നല്ല വിദ്യാഭ്യാസമുള്ള പലരും ഇപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ കാരണങ്ങൾ പലതാണ്. ഈ വീഡിയോയിൽ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നല്ല വിദ്യാഭ്യാസവും ഉയർന്ന ബിരുദങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. അടിസ്ഥാന സാമ്പത്തിക തത്വങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. ബഡ്ജറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ, എങ്ങനെ കടം ഉണ്ടാക്കാതിരിക്കണമെന്നോ, ഒരു എമർജൻസി ഫണ്ട് എങ്ങനെ കെട്ടിപ്പടുക്കണമെന്നോ ഒന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ അവർ നല്ല സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എപ്പോഴും കൊണ്ടെത്തിക്കും. നിക്ഷേപങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഉയർന്ന പലിശ നിരക്കുകളും കൂട്ടുപലിശയും ഒന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയാതെ പോകുന്നതും, ക്രെഡിറ്റ് കാർഡുകളുടെയും ലോണുകളുടെയും ഒക്കെ പിടിയിൽ അകപ്പെട്ടു പോകുന്നതുമെല്ലാം അവരെ വലിയ കടത്തിൽ കൊണ്ടെത്തിക്കും. വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചാൽ പോലും അവിടെയൊന്നും നമുക്ക് സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് പഠനം നൽകുന്നില്ല. നല്ലൊരു സാമ്പത്തിക വിജയം ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് അക്കാഡമിക് ബിരുദങ്ങൾ മാത്രം പോരാ എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള പലരും ദരിദ്രരാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർ ജോലിയെ ആശ്രയിക്കുന്ന ട്രാപ്പാണ്. മാന്യമായിട്ടുള്ള ഒരു ശമ്പളമൊക്കെ കിട്ടുന്ന നല്ല ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതവരുടെ സാമ്പത്തിക വിജയത്തിൻ്റെ ഒരു താക്കോലാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ മാത്രം നമ്മൾ ആശ്രയിക്കുന്നത് വളരെ ഡേഞ്ചറാണ്. നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതിനനുസരിച്ചിട്ടൊക്കെയാണ് ദീർഘകാലങ്ങളായിട്ടൊക്കെ പലരും വിദ്യാഭ്യാസം നേടുന്നതൊക്കെ. എന്നാൽ പലപ്പോഴും സാമ്പത്തിക മാന്ദ്യങ്ങളും കമ്പനി പിരിച്ചുവിടലും മറ്റപ്രതീക്ഷിത സാഹചര്യങ്ങളുമൊക്കെ അവരുടെ ജോലി നഷ്ടമാകാനും അവരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ കൊണ്ടുവരാനും കാരണമായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നിക്ഷേപമോ സൈഡ് ബിസിനസ്സുകളോ മറ്റെന്തെങ്കിലും വരുമാന സ്ട്രീമുകളോ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒരു അഹങ്കാരമാണ് പലപ്പോഴും വിദ്യാസമ്പന്നരായ ആളുകളെ ദാരിദ്ര്യത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ഉയർന്ന ബിരുദങ്ങളോ പ്രത്യേക പ്രാക്ടീസോ ഒക്കെ ഉള്ള വ്യക്തികൾ അവരുടെ വിദ്യാഭ്യാസം പലപ്പോഴും അവരെ സാമ്പത്തികമായിട്ട് രക്ഷിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അവരെ പല അപകടത്തിലും കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ജോബിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മത്സരമുള്ള ഒരു ഫീൽഡാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ വികസിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നല്ലൊരു ബിരുദമൊക്കെ ഉണ്ടെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി നമ്മളെ തേടിയെത്തുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരിക്കില്ല. നല്ല റിസ്ക്കുള്ള പല സംരംഭങ്ങളിലും അവർ നിക്ഷേപിക്കാനും പണം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായി തീരുകയും ചെയ്യും. അക്കാഡമിക് നേട്ടങ്ങൾ കൊണ്ട് മാത്രം സമ്പന്നരാകാമെന്ന് കരുതിയിരിക്കുന്നതാണ് ഇവരുടെയൊക്കെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാധ്യതകൾ കൂടുതലായിട്ട് വരുത്തി വെക്കുന്നതും ഇവരെ ദരിദ്രരാക്കും. ഇവരുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കാർ ലോണുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് കടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലവേറിയിട്ടുള്ള ഒരു ജീവിതശൈലിയൊക്കെ ആയിരിക്കും പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്നതും. നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർ പലപ്പോഴും അവരുടെ സക്സസ് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ചെലവഴിക്കാറുണ്ട്. ഗാഡ്ജറ്റുകളും വാഹനങ്ങളും അങ്ങനെ പല പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ പണം അമിതമായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ജോബ് ഇൻസെക്യൂരിറ്റിയും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നല്ല ബിരുദങ്ങളും യോഗ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ മോഡേൺ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല കോമ്പറ്റീറ്റീവ് ആണ്. അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിളുമാണ്. എന്തെപ്പോൾ സംഭവിക്കുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. സാമ്പത്തിക മാന്ദ്യങ്ങളും കമ്പനിയുടെ പുനർനിർമ്മാണങ്ങളോ സാങ്കേതിക മുന്നേറ്റങ്ങളും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് തൊഴിൽ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇപ്പോൾ ദിവസേനയുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ടും മറ്റ് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ പലരും അവരുടെ ശമ്പളത്തെ ആയിരിക്കും ആശ്രയിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം തൊഴിലില്ലായ്മ ഉണ്ടായാൽ അവർക്ക് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവുകയും പിന്നീട് അവർ കടത്തിലേക്കൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. കോളേജ് വിദ്യാഭ്യാസ കാലത്തുണ്ടാകുന്ന കടങ്ങളും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പലരും ട്യൂഷന് വേണ്ടിയിട്ടും ബുക്സിന് വേണ്ടിയിട്ടും മറ്റ് ചിലവുകൾക്കായിട്ടും വലിയ വലിയ വായ്പകളൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ അവരുടെ പഠനകാലത്തിന് ശേഷം അവർക്കിത് അടച്ചു തീർക്കാൻ, പലിശ ഉൾപ്പെടെ അടച്ചു തീർക്കാൻ ചിലപ്പോൾ ഒരുപാട് കാലതാമസം വേണ്ടി വരും. എഡ്യൂക്കേഷണൽ ലോണൊക്കെ എടുത്ത പലർക്കും അത് അടച്ചു തീർക്കുന്നതിനൊക്കെ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പഠനത്തിന് ശേഷം കിട്ടുന്ന എൻട്രി ലെവൽ ജോലികളൊക്കെ ചിലപ്പം ഈ ഒരു ലോണുകളൊക്കെ അടച്ചു തീർക്കുന്നതിനുള്ള ഒരു ശമ്പളമൊന്നും അവർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ളതായിരിക്കില്ല. അത് പലപ്പോഴും അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുകയും നല്ല സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യും. നല്ലൊരു ടീം വർക്ക് ഇല്ലാത്തതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് നല്ല ടെക്നിക്കൽ സ്കിൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ കരിയർ പുരോഗതിയെ നല്ല രീതിയിൽ തടസ്സപ്പെടുത്തും. നല്ലൊരു ടീം വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷനും കോർപ്പറേഷനും നല്ല കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ അത് സഹായിക്കും. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷനുകൾക്കും ഒക്കെ അത് വലിയ ബുദ്ധിമുട്ടായി മാറുകയും നല്ല നല്ല അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും.
ഉയർന്ന ശമ്പളമുള്ള മാനേജർ സ്ഥാനങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ അവഗണിക്കപ്പെടാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസമുള്ള പലരും ഉയർന്ന ശമ്പളമുള്ള ജോലികളാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മേലുള്ള നികുതി ഭാരം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗവും ഈ ഒരു നികുതി ഇനത്തിലേക്കായിരിക്കും പോകുന്നത്. പലർക്കും നികുതി സമ്പ്രദായത്തെക്കുറിച്ചിട്ടൊന്നും കാര്യമായിട്ടുള്ള അറിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രൊഫഷണലുമായിട്ട് ഈ നികുതിയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ തീർച്ചയായിട്ടും തേടിയിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാത്തതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നാൽ പോലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പലരും എപ്പോഴും പരാജയപ്പെടാറുണ്ട്. അവർ പലപ്പോഴും റിട്ടയർമെൻറ്റ് സേവിങ്ങിനെയും എമർജൻസി ഫണ്ടുകളെയും ഒക്കെ അവഗണിക്കാറാണ് ചെയ്യാറ്. എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾ വന്നാലോ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ വന്നാലോ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഈ ഒരു ചെലവുകളൊക്കെ അവർക്ക് പലപ്പോഴും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ അവർ നല്ലൊരു പ്ലാനിംഗ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി മുന്നേറാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.